അവിടെ നിന്ന് പോകാനൊക്കെ പറയുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണ്. നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാവുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. പ്രതിപക്ഷ പാർട്ടികളൊന്നും ഇക്കാര്യത്തിൽ ജാഗരൂകരായിരുന്നില്ലേ? ഈ പ്രതിപക്ഷ പാർട്ടികൾ നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു കേരളത്തിലെ ഒരു പാർട്ടി ഓഫീസുകളോ പാർട്ടി സംവിധാനവുമായിട്ട് ഒരിക്കലും ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരിടത്ത് പോലും ഒരു RJD വളരെ ശക്തമായ പാർട്ടിയാണെങ്കിൽ പോലും ഒരു RJDയുടെ ഒരു ഓഫീസ് കണ്ടിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു കൊടി പോലും ഉണ്ടായിട്ടിരുന്നില്ല. അതായത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഡൽഹിയിൽ നടത്തുന്നു. ഒരു വലിയ റാലി നടത്തുമ്പോൾ കുറെ ആളുകൾ വരുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടുന്നു. പക്ഷെ ഇത് ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും ഇതുപോലെ വോട്ട് നഷ്ടമായ ആൾക്കാരെ കൂട്ടി ഇണക്കി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാനോ ആരും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇന്നലെ ദർഭംഗയിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഏതൊരു ഗ്രാമത്തിലായാൽ പോലും എല്ലാ പാർട്ടികൾക്കും ഒരു ഏജന്റ്, പൊളിറ്റിക്കൽ ഏജന്റുമാരുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടേത്. പക്ഷെ ഇവിടെയാണെങ്കിൽ ആ തരത്തിലുള്ള ഏജന്റുമാരോ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സ്ഥിതിയാണ്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയിൽ പോലും ഈ വോട്ട് കട്ട് ചെയ്തവരുടെ കൃത്യമായി ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരുണ്ട് കളിക്കുകയാണ്. ഇതുവരെ വോട്ട് കൊടുത്തിട്ടില്ല. എപ്പിക് നമ്പർ ഉപയോഗിച്ച് ഓരോരുത്തർക്കും മാത്രമാണ് ഇത് പരിശോധിക്കാൻ കഴിയുന്നത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തത്. കരട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ലാത്തതിനെ തുടർന്ന് ഇവർ ഡോക്യുമെന്റുകൾ കൃത്യമായി ഹാജരാക്കിയിരുന്നു. പക്ഷേ BLOമാർ പറയുന്നത് വോട്ട് ഉണ്ടെന്നാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വോട്ടില്ല. അത് വോട്ടില്ലാത്തവരുടെ അവസ്ഥയാണ്. പക്ഷെ വോട്ടുള്ള അവരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ രാകേഷ് അടക്കമുള്ള ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാതെ തന്ത്രപൂർവ്വം അവരെ മടക്കി അയക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ബീഹാറിലുള്ളത്. ധൻസുമോദ്, ഓരോ ബൂത്തിലും ഈ രീതിയിൽ അസ്വാഭാവികമായി ഇത്രയധികം വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുമ്പോഴും മൊത്തത്തിൽ പോളിംഗ് പെർസെന്റേജ് കൂടുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അതായത് ഈ വോട്ട് വെട്ടിമാറ്റിയതിനു ശേഷം ഉള്ള ഒരു വോട്ട് കാര്യം പലപ്പോഴും ഇവിടെ വോട്ടിംഗ് ശതമാനം കുറയുന്നത് ആളുകൾ വലിയ തരത്തിലുള്ള ഒരു നിരാശരായി പോകുമ്പോഴാണ്. പക്ഷെ ഇതിനെതിരെ ഒരു തിരിച്ച് ആഞ്ഞടിക്കണം എന്നുള്ള ഒരു ശക്തമായിട്ട് തന്നെയാണ് പലരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പക്ഷെ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് പലർക്കും വോട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി തന്നെയാണുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഒരു BJP അതിനകത്ത് പറയുന്നത് ഈ വോട്ടിംഗ് ഉയർന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ കൂട്ടത്തോടെ ബൂത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളൊരു കാര്യമാണ് BJP പറയുന്നത്. BJP, NDA, JDU ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത്. അതേസമയം RJD പറയുന്നത് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ, ഒരു മെഷറി ഉണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ചില ബൂത്തുകളിൽ, അതായത് ഇപ്പോൾ നമുക്ക് 67% വരെയൊക്കെ പല സ്ഥലങ്ങളിലും വോട്ട് ശതമാനം വളരെയധികം കൂടുന്നുണ്ട്. പക്ഷെ ചില ബൂത്തുകളിൽ അത് തീരെ കുറവാണ്. അതായത് ഈ 50-100 പേരെ ഒരുമിച്ച് വോട്ട് ചെയ്യാതെ ഇരിക്കുകയാണ്. പക്ഷെ മറ്റു ബൂത്തുകളിൽ വലിയ തരത്തിൽ വോട്ടുള്ളത് കൊണ്ട് അത് ഒരു സമാസമം പോയി ഈ ഏത് ഒരു ബൂത്തിലാണോ ഇത്രയധികം ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, സുമോദിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് കണ്ടത്. ഇതിനകത്ത് ഞാൻ വേറൊരു സാധ്യത കാണുന്നു ദിവ്യ, എന്ന് വെച്ചാൽ SIRന് ശേഷം ആളുകളുടെ വോട്ട് അസ്വാഭാവികമായി നഷ്ടപ്പെടുന്നു. അത് ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമായി രൂപപ്പെടുകയും അപ്പോൾ സർക്കാർ SIR കൊണ്ടുവരുന്നു, കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടി SIR കൊണ്ടുവരുന്നു, ഞങ്ങളുടെ വോട്ടുകൾ നഷ്ടമാകുന്നു. അപ്പോൾ അതിനെതിരെ ഒരു റൈസിംഗ് അടുത്ത ഘട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മഹാഗഠബന്ധന് ഒരു പ്രതീക്ഷയായിരിക്കും.